നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് ഗുരുവായൂർ ഉത്സവം 5ാം ദിവസമാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാനും അതേപോലെ തന്നെ ക്ഷേത്രത്തിന് പുറത്തുള്ള ആ കലാപരിപാടികളൊക്കെ കാണാനും തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവർ വന്നോളൂ. ഇതോടൊപ്പം തന്നെ കാണാൻ സാധിക്കുന്ന വേറെയും കാഴ്ചകളുണ്ട് കേട്ടോ. അതിലൊന്ന് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിന് പുറത്തുള്ള പഴയ കാലത്തെ ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ശേഖരം തന്നെ കാഴ്ചക്കാർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അത് കിഴക്കേ നടയിലെ ചുമർ ചിത്ര പഠന കേന്ദ്രത്തിൻ്റെ ആർട്ട് ഗാലറിയിലാണ് കേട്ടോ. ഇപ്പോഴത്തെ ആലിലക്കണ്ണനെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ആ ശ്രീകോവിലിൻ്റെ ചുമരിൽ വരച്ചിട്ടുള്ളത്. പണ്ടത്തെ ആലിലക്കണ്ണനെ കണ്ടിട്ടുണ്ടോ? അതിനെ കാണാത്തവർ തീർച്ചയായിട്ടും വന്നോളൂ കേട്ടോ. പണ്ട് കാലത്തുള്ള വളരെ അപൂർവമായിട്ടുള്ള ചിത്രങ്ങൾ, അതേപോലെ തന്നെ ആന ചമയങ്ങൾ, പണ്ട് ഉപയോഗിച്ചിരുന്ന പഴുക്കാ മണ്ഡപം, ഇതൊക്കെ അവിടെ പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാണാൻ സാധിക്കുന്ന വേറെയും കാഴ്ചകളാണ്. ഒന്ന് പുസ്തകോത്സവവും പുഷ്പോത്സവവും. മഞ്ജുലാൽ പരിസരത്താണ് കേട്ടോ. പുഷ്പോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളെ എനിക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷം, മുതിർന്നവർക്കും സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് പുഷ്പോത്സവം. അതോടൊപ്പം തന്നെ പുസ്തകോത്സവം കാണാം, അവിടുന്ന് പുസ്തകങ്ങൾ വാങ്ങാം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ സന്ധ്യാസമയത്ത് വരികയാണെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് ഇരുട്ടാണല്ലോ വരിക, അപ്പോൾ നിറയെ ദീപാലങ്കാര പ്രഭയിൽ ഗുരുവായൂർ കാണാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളാണ്. വരാനായിട്ട് സാധിക്കുന്നവർ തീർച്ചയായിട്ടും ഗുരുവായൂർക്ക് വന്നോളൂ. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ കഞ്ഞി കുടിക്കാനായിട്ട് പോകുകയാണ്. കഞ്ഞി കുടിക്കുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുകയാണ് കേട്ടോ. ചുവടെ ആ കമൻറ്റ് ബോക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട്, ആഷികയും വിഷ്ണുവും കഞ്ഞി കുടിക്കാനായിട്ട് പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന്. ഞങ്ങളുടെ മനസ്സും ഒപ്പം നിറയുന്നുണ്ട് എന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അവിടെ കാണാറുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ഷൂട്ടിന് പോയപ്പോഴും കണ്ടു. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ആ പ്ലാവിലയുടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടമ്മമാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു, അത് കഴിയുന്നത് വരെ. എന്നിട്ട് ഞങ്ങളടുത്ത് സംസാരിക്കാനായിട്ട് അതിലൊരമ്മ ഒരു കൂട്ടം മയിൽപ്പീലിയൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തന്നു കേട്ടോ. നല്ല സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെയാണ് കഞ്ഞി കുടിക്കാൻ പോകുന്ന വിശേഷങ്ങൾ. അപ്പോൾ കഞ്ഞികുടിയുടെ വീഡിയോ കാണുക. അതുകൂടാതെ ഒരു വീഡിയോ കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഞ്ഞി കുടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വേറൊരു കാര്യമാണ്, ഈ പ്ലാവില കൊണ്ടാണല്ലോ കഞ്ഞി കോരി കുടിക്കുക. അപ്പോൾ ഈ പ്ലാവില കുമ്പിള് കുത്തുന്ന ഒരു കാഴ്ച കൂടെ അവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് പാരമ്പര്യമായിട്ട് ചെയ്യുന്നത് മൂത്തേടത്ത് കുടുംബക്കാരാണ് കേട്ടോ. അപ്പോൾ അവരുമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ കൂടെ അവിടെ നിന്ന് പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ രഘുവേട്ടൻ പറയാറുള്ളൊരു കാര്യമാണ്, 10 പ്ലാവില കുത്തിക്കഴിഞ്ഞാൽ ഒരു പുഷ്പാഞ്ജലി ചെയ്തതിന് തുല്യമാണെന്ന്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളും അവിടെ വന്നിട്ട് പ്ലാവില കുത്താറുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് കഞ്ഞി കുടിക്കുന്ന വീഡിയോയിലേക്ക് കടക്കാം. എല്ലാവരും വയറു നിറയെ കഞ്ഞി കുടിച്ചോളൂ കേട്ടോ.
നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല കേട്ടോ. ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കഞ്ഞിയും പുഴുക്കും കഴിക്കുന്നത്. അത് ഈ പാളയില കൊണ്ട് ഉണ്ടാക്കിയ പാത്രത്തിൽ പ്ലാവില കൊണ്ട് കുമ്പിള് കുത്തിയിട്ട് കോരി കുടിക്കുന്നത് തന്നെ നല്ല രസമാണ്. അപ്പോൾ ഈ പ്ലാവില എന്ന് പറയുന്നത് ഒരു താരം തന്നെയാണ്. കുമ്പിള് കുത്താനായിട്ട് അവകാശികളൊക്കെ ഉണ്ട് കേട്ടോ. മൂത്തേടത്ത് കുടുംബക്കാരാണ് അവകാശികളായിട്ടുള്ളത്. പക്ഷെ ഇത് ഭക്തജനങ്ങൾക്കും കുത്തിയിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കും. അത് മുൻ വർഷം നമ്മളൊരു വീഡിയോ വിശദമായിട്ട് അതേക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു വീഡിയോ പിറന്നത് തന്നെ കുളക്കടവിൽ വെച്ചിട്ടാണെന്ന് വിഷ്ണു പറയാറുണ്ട്. കാരണം വിഷ്ണുവും രാജേഷ് ചേട്ടനും ഒക്കെ സ്ഥിരമായിട്ട് കുളിച്ചു തൊഴുന്നവരാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൂടാ, അത് ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചുകൂടാ എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ വർഷം നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കണ്ടിട്ട് നിരവധി ഭക്തജനങ്ങളാണ് കുമ്പിള് കുത്തി ഭഗവാനെ സമർപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷമാണ് കേട്ടോ. ഈ വർഷം നമ്മൾ ഇതേ ഇടത്തിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവരടുത്ത് തന്നെ ചോദിച്ചറിയാം. മുത്തയിടത്ത് രാജേഷ് ചേട്ടനും രഘുവേട്ടനും കുടുംബമൊക്കെയാണ് നിൽക്കുന്നത്. നമുക്ക് അവരടുത്ത് ചോദിച്ചറിയാം. പറയും രഘുവേട്ട. നമസ്കാരം. ആദ്യം തന്നെ ഗുരുവായൂർ ഡൈവേർട്ടീസ് എന്നുള്ള ചാനലിന് വളരെയധികം നന്ദി. കാരണം കഴിഞ്ഞ വർഷം നമ്മളെടുത്ത വീഡിയോ നല്ല രീതിയിൽ അത് വ്യൂസ് വരികയും അതോടൊപ്പം തന്നെ ഭക്തജനങ്ങൾ വന്നിട്ട് ഞങ്ങളും ഒരു പ്ലാവില കുത്തിക്കോട്ടെ എന്ന് വന്ന് ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അതോട് നമുക്ക് ഒരുപാട് എന്താ പറയുക ഉപകാരം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഈ വീഡിയോസ് കൊണ്ട്. ഇപ്രാവശ്യത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ തുടങ്ങി ഇന്ന് 5-ാം വിളക്കാണ്. സ്വാഭാവികമായിട്ട് നല്ല തിരക്കുകൾ അനുഭവപ്പെടുന്ന സമയങ്ങളാണ്. സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് ആദ്യം തന്നെ തുടക്കം. അത് ദേവസ്വം കണക്ക് പ്രകാരം 22,000 പേരോളം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതിന് വേണ്ട പ്ലാവിൽ നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ മുൻ വീഡിയോകളൊക്കെ പറഞ്ഞ മാതിരി തന്നെ ഇത് ഒരു പാരമ്പര്യ അവകാശം തന്നെയാണ്. അത് അച്ചാച്ചൻ്റെ കാലഘട്ടങ്ങൾ മുതൽ അച്ചാച്ചൻ്റെ പേര് നാരായണൻ നായർ എന്നാണ്. അത് കഴിഞ്ഞ് അച്ചാച്ചൻ്റെ ഇതിന് ശേഷം അച്ഛനായിരുന്നു ചെയ്തിരുന്നത്. അച്ഛൻ്റെ പേര് രാമേന്ദ്രൻ. അതിൻ്റെ അച്ഛൻ്റെ മരണശേഷമാണ് എന്നിലേക്ക് വരുന്നത്. ആ സമയകാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങളും ഇപ്പോൾ ഈ നിൽക്കുന്ന ആളുകളിലെല്ലാവരും ആ സമയകാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 2 കെട്ടോ അല്ലെങ്കിൽ 3 കെട്ടോ ഉണ്ടായാൽ മതി പ്ലാവില. ഇന്നതുപോലെ ഇന്നൊരു 15 കെട്ട് ഉണ്ടായാലും തികയില്ല. അന്ന് ഭഗവതി അമ്പലത്തിൻ്റെ അവിടെ ഇരുന്ന് നമ്മൾ പ്ലാവില കുത്തും, അവിടെ ഇതായി പോയി. ഇതിപ്പോൾ അതല്ല, ഒരു ട്രിപ്പിന് തന്നെ നമുക്ക് 1200 പേരോളം നമുക്ക് ഇരിക്കേണ്ടി വരുന്നുണ്ട്. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പ്രസാദൂട്ട് അല്ലെങ്കിൽ ഉത്സവ കഞ്ഞി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും 3 മണി വരെയാണ് അതിൻ്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ആ 3 മണി വരെ ഒരു മുടക്കും കൂടാതെ നല്ല രീതിയിൽ പ്ലാവില വെട്ടിക്കൊണ്ടുവന്ന് അത് കുത്തി അത് കഴുകി വൃത്തിയാക്കി അവർക്ക് കൊടുക്കേണ്ട ചുമതലയാണ് നമുക്കുള്ളത്. പണ്ട് കാലത്ത് നമുക്ക് പാളയും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പാള പ്രസ്സിംഗ് ആയിട്ട് മാറിയതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല, വെറും പ്ലാവിലെ മാത്രമാണുള്ളത്. പിന്നെ അടുത്തത് പിന്നെ വിളക്ക് വെപ്പും കാര്യങ്ങളൊക്കെയാണ്. അത് പള്ളിവേട്ട 6-8 ദിവസങ്ങളിൽ 12 പിടി വിളക്ക് വെപ്പ് അങ്ങനെയുള്ള എല്ലാ ചടങ്ങുകളും ഉണ്ട്. എന്നിരുന്നാലും ഒറ്റ മനസ്സോടുകൂടി ഒറ്റ രീതിയോടുകൂടി നമ്മളെ കുടുംബം എല്ലാവരും, ഇപ്പോൾ എൻ്റെ വൈഫായാലും അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ വീട്ടുകാരായാലും അല്ലെങ്കിൽ അച്ഛൻ്റെ പെങ്ങളായാലും അച്ഛൻ്റെ പെങ്ങളുടെ ഭർത്താവായാലും അല്ലെങ്കിൽ മക്കളായാലും ആരായാലും എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി എന്താണ് വേണ്ടത് അത് കറക്റ്റായിട്ട് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഗുരുവായൂരപ്പനോടുള്ള അർപ്പണ മനോഭാവത്തോടു കൂടി അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ സേവിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യത്തോടു കൂടി ഞങ്ങളത് ഏറ്റവും നന്നായിട്ട് ശിരസ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ രാജേഷ് ചേട്ടൻ പറഞ്ഞിരുന്നു എല്ലാം ഒരു ചൂലും കൊണ്ടുവന്നിട്ട് പല ഭക്തന്മാരും നമ്മുടെ അടുത്ത് ചൂല് ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത്
കൊടുത്ത് സമർപ്പിക്കാറുണ്ട്. അവരൊരു ഒരുപാടാണ്, അത് ആത്മസമർപ്പണമാണ്, എല്ലാം ഭഗവാന്റെ അടുത്തുള്ള ഒരു ആത്മസമർപ്പണമാണ്. പിന്നെ പല ആൾക്കാരും ഇവിടെ വന്നിരുന്ന് കുത്താറുണ്ട്, കുത്തട്ടെ വെച്ച് വെക്കാറുണ്ട്. പല ആൾക്കാരും കുത്താൻ അറിയില്ല, എന്നാലും നമ്മൾ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് കുത്തൻ്റെ. അവരോട് നമ്മൾ പറഞ്ഞു കൊടുത്ത് വളരെ ഭംഗിയായി മനോഹരമായി എന്നുള്ള എല്ലാ ഗുരുവായൂരത്തിൻ്റെ അനുഗ്രഹം അത്രമാത്രം നമുക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തേമാര് പറഞ്ഞതൊക്കെ നമ്മളൊരു വാചകം കൂടി അതിലൂടെ പറഞ്ഞിരുന്നു, 10 പ്ലാവിലെ കുത്തിക്കഴിഞ്ഞാൽ ഒരു പുഷ്പാഞ്ജലിക്ക് തുല്യമെന്ന്. അത് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഞങ്ങളെന്നാ ഒരു 10 പ്ലാവിലെ കുത്തിക്കോട്ടെ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്. അത് ആ വീഡിയോയിലൂടെ കിട്ടുന്ന റീച്ചാണത്. സ്വാഭാവികമായിട്ട് ആ വീഡിയോയിലൂടെ നമുക്ക് ഒരുപാട് ആളുകൾ, ഭക്തജനങ്ങൾ, ഇപ്പോൾ കുടുംബക്കാർ മാത്രം കുത്തിയതുകൊണ്ട് നമുക്കിത് എന്തായാലും ആവില്ല. സ്വാഭാവികമായിട്ട് ഭക്തജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് സ്വാഭാവികമായിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ കാലത്ത് തന്നെ 5 മണിയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ വൈഫും അവിടുന്ന് എൻ്റെ കൂടെ പോരും. അത് കഴിഞ്ഞാൽ അതിന് തൊട്ട് പിന്നാലെ അച്ഛൻ്റെ പെങ്ങൾ തള്ളിച്ച് വരും. അങ്ങനെ ഓരോരുത്തരും രാജുവിനായി ഇവിടെ ഓൾറെഡി ഉണ്ടാവും, അമ്പലത്തിൽ പോയി തൊഴുത് അങ്ങനെ കയറി വരും. രതീഷ് ആണെങ്കിലും ആരാണെങ്കിലും, ഇപ്പം എൻ്റെ മക്കളാണെങ്കിലും, ഇപ്പോൾ എൻ്റെ മോനൊക്കെ ഇന്ന് പനി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇന്നലെയൊക്കെ ഞാനുണ്ട് പ്ലാവിൻ്റെ ഇല വെട്ടാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെട്ടേറ്റെടുത്ത് പൊക്കാൻ പറ്റിയില്ലെങ്കിലും അതിന് തയ്യാറ്. അതാണ് കൊച്ചു കുട്ടികൾ പോലും, ഞങ്ങളുടെ വീട്ടിലെ തറവാട്ടിലെ കൊച്ചു കുട്ടികൾ പോലും ഇതിന് പ്രാപ്തരാണ്. അതുകൂടാതെ തന്നെ അവരും ഗുരുവായൂരപ്പനോട് അത്രയും അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് അവർ കാണുന്നു. അത് വന്ന് ചേർന്നിട്ടുള്ള ആളുകളാണെങ്കിലും, ഇപ്പോൾ രാജുവിൻ്റെ വൈഫാണെങ്കിലും അല്ലെങ്കിൽ രതീഷിൻ്റെ വൈഫാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ വൈഫ് 24 hours ഇപ്പോൾ ഞാനായതുകൊണ്ട് ഇവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ട് ഇവരെ ആളുകളെല്ലാവരും ഇതിന് അത്രയും നന്നായിട്ട് നല്ല രീതിയിൽ ഒത്തൊരുമോട് കൂടി നമ്മൾ ഇത് കൊണ്ടുപോകുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഗുരുവായൂരപ്പനോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയ ഒരു എന്താ പറയുക കടാക്ഷം തന്നെ പറയാം. ഒരു ബുദ്ധിമുട്ടുകളും ഒന്നും തരാതെ നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഗുരുവായൂരപ്പൻ ഇനിയുള്ള കാലഘട്ടങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവരും കഞ്ഞി കുടിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടു, എല്ലാവരും കണ്ണും മനസ്സൊക്കെ നിറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. പ്ലാവിൽ കുത്തുന്ന വീഡിയോയും എല്ലാവരും കണ്ടു തന്നെ കരുതുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇന്നലത്തെ അലങ്കാരം പറയാം. ഇന്നലെ ഉച്ചപൂജയുടെ കളഭാലങ്കാരം. ഒരു ചെറിയ കുട്ടിയാണ് നമ്മുടെ ഭഗവാൻ. വലത്തെ കൈയിൽ വെണ്ണൂരുളയും പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കൈയിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ട് നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു അലങ്കാരമായിരുന്നു കേട്ടോ. ഈ വെണ്ണൂരിൽ ആരാ കൊടുത്തതെന്നറിയോ? യശോദാമ്മയാണ്. എന്തിനാ കൊടുത്തതെന്നറിയോ? അതേക്കുറിച്ച് പറയാം. ഇതിന് മുന്നത്തെ ദിവസേ ഭഗവാൻ ഊഞ്ഞാലിലാടുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു. ആ ഊഞ്ഞാലും യശോദാമ്മയാണ് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഭഗവാനെ കാലൊക്കെ വേദനിക്കുന്നുണ്ട്, എല്ലായിടത്തും ഓടി നടന്നിട്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ആ ഊഞ്ഞാല് കെട്ടിക്കൊടുത്തത്. പക്ഷെ നമ്മുടെ ഭഗവാൻ ഊഞ്ഞാലിലൊന്നും അധികം നേരം ഇരിക്കില്ല കേട്ടോ. ഓടി നടന്ന എല്ലാ കാഴ്ചകളും കാണാനാണ് ഭഗവാന് ഇഷ്ടം. പിന്നെ പോരാത്തതിന് ഇന്നലെ ചന്ദ്രഗ്രഹണം കൂടിയിട്ടാ. അപ്പോൾ വൈകിട്ട് പകർച്ചയും പ്രസാദൂട്ടൊന്നുമില്ല. അപ്പോൾ ആ സമയത്തൊന്നും വലിയ ആളാവാനായിട്ട് ഭഗവാന് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ ഏറ്റവും ആദ്യം ഇന്നലെ കലവറയിലേക്കാണ് ഓടിക്കേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിലോ മുതിർന്നവർ ഓരോരോ ജോലികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്തും എന്തെങ്കിലുമൊക്കെ സഹായത്തിനായിട്ട് നമ്മൾ അടുക്കളയിൽ തന്നെ പറയുകയാണെങ്കിൽ അവർ വലിയ ആൾക്കാരായിട്ട് അവരുടെ ഭാഗം നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ അനുകരിച്ചിട്ട് ചെയ്യും. അപ്പോൾ ഇന്നലെ കലവറയിൽ എത്തിയപ്പോഴോ അവിടെ മുതിർന്ന കുറച്ച് ഏട്ടന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ തോർത്തുമുണ്ടൊക്കെ തോളിലിട്ട് ചിലർ തലയിലൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ എവിടുന്നൊക്കെ ഒരു തോർത്തുമുണ്ട് എടുത്ത് അതൊക്കെ ഗംഭീരമായിട്ട് തലയിലൊക്കെ കെട്ടിയിട്ടാ. താഴെയൊന്നും മുണ്ട് കൊടുത്തിട്ടില്ല കേട്ടോ, പട്ടുകോണകൊക്കെയാണ്, എന്നാലും തലയിലും മുണ്ടുണ്ട്. എന്നിട്ട് അവിടെ ഓടി നടന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ കുട്ടകത്തിൽ ഇങ്ങനെ നുറുക്കി വെച്ചിരിക്കുന്ന ഈ പച്ചക്കറികളൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഭഗവാനും കൊടുക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കുഞ്ഞല്ലേ, പൊക്കി നോക്കി പൊങ്ങുന്നില്ല, അവിടെ തന്നെ നിൽക്കും. അങ്ങനെ അവർ പിടിക്കാൻ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊരു സപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് ഞാനാണ് ഇതൊക്കെ പൊക്കി കൊണ്ടുപോയത് എന്നുള്ള ഭാവത്തിലാണ് ഓടി നടന്നിട്ട് അവിടെ ഓരോരോ പണികൾ ചെയ്യുന്നത്. യശോദാമ്മയാണെങ്കിലോ ആ പടിഞ്ഞാറ് നടക്കി നിന്നിട്ട് ഇതൊക്കെ നോക്കി കാണുന്നുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുള്ള പണികളാ എൻ്റെ മോനി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ അവസാനം യശോദാമ്മയ്ക്ക് എന്നെ കണ്ടിട്ട് വിഷമായിട്ടോ, ക്ഷീണമായി ഉണ്ടാവില്ലേ ഭഗവാനെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ണി മതി, ഇനി നമുക്ക് കുറച്ചു നേരം വിശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രീലകത്ത് കൊണ്ടുപോയി ഇരുത്തിയിരിക്കാം. അപ്പോൾ വിശക്കുന്നുണ്ടാവില്ലേ, ഈ കണ്ട പണികളൊക്കെയല്ലേ ഭഗവാൻ ചെയ്തിരിക്കണേ. അങ്ങനെ ആ വിശപ്പ് മാറാനായിട്ട് ഒരു വെണ്ണൂറുള്ള കയ്യിൽ കൊടുത്തു കേട്ടോ. പിന്നെ ഭഗവാന്റെ പൊന്നോടക്കുഴൽ അതെപ്പോഴും കയ്യിലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ വെണ്ണൂറുള്ള കിട്ടിയ സന്തോഷമാണ്. അപ്പോൾ കുറേയൊക്കെ ഭഗവാൻ ഇങ്ങനെ വയറ് നിറച്ച് കഴിച്ചിട്ട് പിന്നെ ആ സോപാനപ്പടിയിൽ അവിടെ നിന്നിട്ടേ ഓരോരുത്തർക്കും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെണ്ണൂറുള്ളകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുക, ഈ ചന്ദനം കൊടുക്കുന്ന പോലെ. അപ്പോൾ ആ ഒരു സന്തോഷം ഭഗവാന്റെ മുഖത്തുണ്ട്. ആ വെണ്ണയൊക്കെ ലഭിക്കുമ്പോൾ നമുക്കും നല്ല സന്തോഷമാവും.
അപ്പോൾ ആ വെണ്ണയും ഓടക്കുഴലും ഒക്കെ പിടിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗുരുവായൂരപ്പന് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. ഇനി ഒരു കഥ പറയാം കേട്ടോ. ഇതൊരു ഗുണപാഠ കഥയാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിജയം ആഗ്രഹിക്കുന്നവരായിരിക്കും എല്ലാവരും പല മേഖലകളിൽ. അങ്ങനെ വിജയം നമുക്ക് കൈവരിക്കണമെങ്കിൽ വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈശ്വരാനുഗ്രഹം വേണം. അതുണ്ടെങ്കിലേ എന്തൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടും കാര്യമുള്ളൂ. രണ്ടാമത്തേതാണ് കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും ഒപ്പം ഭഗവാന്റെ അനുഗ്രഹവും കൂടി ഉണ്ടെങ്കിൽ എന്തും നമുക്ക് നേടിയെടുക്കാനാകുമെന്നാണ് പറയുക. ഇതില്ലെങ്കിൽ സാധിക്കൂല. അപ്പം അങ്ങനെ പറയുന്ന ഒരു കഥയാണ് കേട്ടോ. ഒരു കഴുത അതിങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുമായിരുന്നു. പോകുന്ന വഴിക്ക് ആ കാട്ടുപാതയിൽ നിന്ന് അതിനൊരു സിംഹത്തിൻ്റെ തോല് കിട്ടി. അത് എവിടുന്നാ കിട്ടിയെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് കേട്ടോ. സിംഹത്തിൻ്റെ തോല് കിട്ടി. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇത് സിംഹത്തിൻ്റെ ആണല്ലോ, ഇത് മേൽ ധരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ കഴുത ഈ തോല് ധരിച്ചു. അപ്പോൾ പിന്നെ സിംഹത്തിൻ്റെ പോലെയല്ലേ തോന്നുക പെട്ടെന്ന് നോക്കുമ്പോൾ. അപ്പോൾ കുറച്ച് ഗമയിൽ കുറച്ചൊരു അഹങ്കാരം കൂടെ ആ കഴുതയ്ക്ക് വന്നു കേട്ടോ. അതിങ്ങനെ നടന്നു പോകുക. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് മുന്നിലൂടെ ഒരു മാൻ ഇങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ സിംഹത്തിനെ കണ്ടപ്പോൾ, സിംഹം പോലെ തോന്നിക്കുന്ന കഴുതയെ കണ്ടപ്പോൾ ഈ മാൻ പേടിച്ചിട്ട് ഓടിപ്പോയി. അത് ഈ കഴുത കണ്ടു. അപ്പോൾ ഇതിന് മനസ്സിലായി തന്നെ പേടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഞെളിഞ്ഞിട്ട് നടന്നു തുടങ്ങി ഈ കഴുത. അതിന് കുറച്ചും കൂടെ പോയപ്പോൾ ഒരു കുറുക്കൻ വന്നു. കുറുക്കനാണെങ്കിലും പെട്ടെന്ന് പെട്ടുപോയി മുന്നിൽ. വേഗം വന്നു ഈ സിംഹത്തിനെ യാചിച്ചു. കാൽക്കൽ വീണിട്ട് അയ്യോ എന്നെ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞ് യാചിച്ചു. അപ്പോൾ എന്നിട്ട് കുറുക്കനും പോയി. അപ്പോൾ ഈ കഴുതയ്ക്ക് മനസ്സിലായി തന്നെ എല്ലാവരും പേടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊന്ന് വിലസണം ഈ കാട്ടിലൊക്കെ എന്ന് വിചാരിച്ചു. എല്ലാ മൃഗങ്ങളെയും ഒന്ന് പേടിപ്പിക്കണം എന്ന് ഈ കഴുത വിചാരിച്ചു. അവയെ പേടിക്കണമെങ്കിൽ രൂപം മാത്രം പോരാ, സിംഹത്തിൻ്റെ പോലെ ആ ഒരു ഗർജനം അതും കൂടെ വേണമല്ലോ. അപ്പോഴല്ലേ ആ കാട് മുഴങ്ങുന്ന രീതിയിൽ ഗർജനമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഈ മൃഗങ്ങളൊക്കെ വിറച്ച് നിൽക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കഴുത എന്താ ചെയ്യുന്നത് അറിയോ? സിംഹം ഗർജിക്കുന്ന പോലെ ഗർജിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ കഴുതയുടെ ശരീരത്തിൽ നിന്ന് ആ ഒരു കഴുത്തിൽ നിന്ന് വായിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് ഈ സിംഹത്തിൻ്റെ ഗർജനമാണോ വരിക? കഴുതയുടെ ശബ്ദമല്ലേ വരിക? അപ്പോൾ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ അത് കണ്ടു. ഇത് സിംഹമൊന്നുമല്ലല്ലോ, ഇതൊരു കഴുതയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ആ തോലൊക്കെ മാറ്റിയപ്പോഴാണ് ഇത് ശരിക്കും കഴുതയാണെന്ന് മനസ്സിലായത്. കഴുതയ്ക്ക് ശരിക്കും നാണം വന്നു പോയിട്ടോ. കാരണം ഇങ്ങനെ ഉണ്ടാകുന്ന കഴുതയും വിചാരിച്ചില്ല. എന്നിട്ട് അവർക്കൊന്നും പിന്നെ ഒരു പേടിയില്ലാതെയായി. ഇത് കഴുതയല്ലേ എന്നുള്ള രീതിയിൽ യാതൊരു വിലയും കൽപ്പിക്കാതെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ പിരിഞ്ഞുപോയി. അപ്പോഴാണ് കഴുതയ്ക്ക് മനസ്സിലായത്, നമ്മൾ എന്തെങ്കിലും ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ സക്സസ് ആയിട്ടുള്ള നിരവധി പേരുണ്ടാവും. അവരെ അനുകരിക്കാനായിട്ട് നിൽക്കരുത്, അവരെ പോലെ വേഷമിടാനായിട്ട് നിൽക്കരുത്. അപ്പം അവരെ പോലെ ആകുമ്പോൾ നമ്മൾ അവരെ അനുകരിക്കുക ചെയ്യുന്നത്. അപ്പം നമുക്ക് എവിടെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? മറ്റുള്ളവരെ അനുകരിക്കാതെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ശൈലിയിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരിക. അതിനെന്ത് വേണം? കഠിനാധ്വാനം വേണം, അർപ്പണ മനോഭാവം വേണം, ഒപ്പം തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം വേണം. ഭഗവാൻ എപ്പോഴും കൂടെ നിർത്തണം. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടും കാര്യമുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കുള്ളൂ. നേരെ മറിച്ച് ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഉണ്ട്, ഭഗവാൻ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് അത് സാധിക്കാത്തത്? നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ട് അത് സാധിക്കില്ല. അപ്പോൾ കഠിനാധ്വാനം ചെയ്യണം. ഇനിയിപ്പോൾ അധ്വാനിക്കുന്നുണ്ട് നന്നായിട്ട്, പക്ഷെ ഭഗവാനെ വിളിക്കുന്നില്ലെങ്കിൽ ഇതും നടക്കില്ല. അപ്പോൾ എന്ത് വേണം? ഈ 2 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട്, ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കുള്ളൂ. അത് മറ്റൊരാളെയും അനുകരിച്ചുകൊണ്ടാവരുത്. സ്വന്തമായിട്ടുള്ള രീതിയിൽ അർപ്പണ മനോഭാവത്തോട് കൂടിയിട്ട് കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉയർന്നു വരാനായിട്ട് സാധിക്കും എന്നാണ് ഈ ഒരു കഥയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞു കഥയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക. കഞ്ഞിയൊക്കെ കുടിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. കുടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഗുരുവായൂർക്ക് വന്നോളൂ. കഞ്ഞിയൊക്കെ കുടിക്കാം, ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കാണാം. പ്രധാനമായിട്ട് ഭഗവാനെയും കണ്ടു തൊഴാം. അപ്പോൾ ഭഗവാൻ തന്നെ വിചാരിക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാനെ പറ്റി പ്രാർത്ഥിക്കുക. ഭഗവാനെ ഒരു ദിവസമെങ്കിലും ഈ ഉത്സവകാലത്ത് ഒന്ന് ഭഗവാനെ കാണാനായിട്ട് വരണം എന്ന് നല്ല ആഗ്രഹമുണ്ടെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഇപ്പോൾ ദൂരദേശങ്ങളിൽ ഉള്ളവരുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്. കാരണം അവർക്ക് നമുക്കറിയാം എപ്പോഴും വരാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ ഇനി അടുത്ത വർഷത്തെ ഉത്സവത്തിൻ്റെ സമയത്തെങ്കിലും ഇവിടെ നാട്ടിലുണ്ടാകണേ ഗുരുവായൂരപ്പ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. നാട്ടിലുള്ളവർ ഇവിടേക്ക് വരാനായിട്ട് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കൂട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.